ഇത് നാളുകളായ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത്. അതിന് ഇരയായിരിക്കുന്നു ഈ വിദ്യാർത്ഥി എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മരിച്ചത് യദു കൃഷ്ണ പാലാട് ആശുപത്രിയിലുണ്ട്. അതേപോലെ തന്നെ ഷാനു വിജയ് ഇവിടെയുണ്ട്, +2 പഠിക്കുന്ന കുട്ടി. ഷാനു വിജയ് ഇവിടെയുണ്ട്. ജിത്തു ആണ് മരിച്ചത്. യദു കൃഷ്ണ പാലാട് ആശുപത്രിയിലുണ്ട്. യദു കൃഷ്ണക്ക് അത്ര സീരിയസ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും പിന്നെ ജിത്തു ആണ് മരിച്ചത്. 15 വയസ്സ് പ്രായം. കുളിക്കാൻ വേണ്ടി അവര് കുളിക്കാനും അതേപോലെ മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് വന്നതാണ് അവര്. പിന്നെ ഇത് വാസ്തവത്തിൽ ഇതിനെ പറയുകയാണെങ്കിൽ KSCBയുടെ അനുവാദത്തോടു കൂടി നടക്കുന്ന ചില സംഭവങ്ങളാണ്. KSCBയുടെ ഇതിന് നമുക്ക് വേറെ രൂപത്തിൽ പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് സ്പോൺസേഡ് മർഡറായിട്ട് നമുക്കിതിനെ കണക്കാക്കേണ്ട അവസ്ഥാവിശേഷമില്ലത്. കാരണം ഇങ്ങനെ പിന്നെ വലിക്കാനൊക്കെയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ആരാ? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സഹായത്തോടു കൂടിയല്ലാതെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? വലിയ പ്രതിഷേധമാണ് ഈ കാര്യത്തിൽ നാട്ടിലുള്ളത്. ശക്തമായി ഇതിനുള്ള നടപടികൾ ഉണ്ടാവണം. അതല്ലെങ്കിൽ ഏതൊരറ്റം വരെ പോയാലും വേണ്ടിയില്ല, ഇതിന്റെ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാവും എന്ന് തന്നെയാണ് പറയാനുള്ളത്. യദു കൃഷ്ണയും ഷാനു വിജയും അല്ല, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നേ ഉള്ളൂ. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നേ ഉള്ളൂ. അതാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും അതാണ്. KSCBയുടെ സ്വാഭാവികമായിട്ടും അതായിരിക്കുമല്ലോ. KSCBയുടെ മൗനാനുവാദം ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. KSCBയുടെ അനുവാദം ഇല്ലാതെ അങ്ങനെ ഒരു അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നേ ഉള്ളൂ, അന്വേഷിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇത് KSCBയിൽ നിന്നാണെങ്കിൽ ഒരു സംശയവും വേണ്ട. ഇത് കൃത്യമായി KSCB ഉദ്യോഗസ്ഥന്മാർ അറിയാതെ ഈ കാര്യം നടക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പാലാടുള്ള ഹോസ്പിറ്റലിലെ കുട്ടിയുടെ പിന്നെ അത്ര ഗുരുതരമല്ല. മറ്റേ കുട്ടിയുടെ ഒബ്സർവേഷനിലാണ് ഇപ്പോഴും. ശരി. എന്നാൽ ഇപ്പോൾ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് ആശുപത്രിയിലെത്തി ഈ ഷോക്കേറ്റ കുട്ടിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ടത്. ഇത് ഇങ്ങനെ ഷോക്കേൽക്കാനുണ്ടായ ഇടയായ സാഹചര്യം അല്ലെങ്കിൽ അവിടുത്തെ ആ നാട്ടുകാരുടെ ഈ വന്യമൃഗ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി കൂടിയാണ് ഈ ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു വെക്കുന്നത്. KSCBയുടെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ഇലക്ട്രിക് വേലി അവിടെ സ്ഥാപിച്ചെങ്കിൽ അതിന് ആര് അനുമതി കൊടുത്തു? അല്ലെങ്കിൽ KSCBയുടെ അനുമതിയോടുകൂടിയാണോ ഇത്ര ഉയർന്ന അളവിൽ വൈദ്യുതി പാസ് ചെയ്യുന്നൊരു വേലി അവിടെ ഉണ്ടായത് എന്നത് പരിശോധിക്കണം. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വൈദ്യുതി വേലി ഇവിടെ സ്ഥാപിക്കേണ്ടി വരുന്നു എന്ന സാഹചര്യത്തെ കുറിച്ചുകൂടിയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത്. ഏതായാലും ജിത്തു എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. +2 വിദ്യാർത്ഥിയായ മറ്റൊരു കുട്ടിയും 2 കുട്ടികൾ, അങ്ങനെ 2 പേർ ഷോക്കേറ്റ് ചികിത്സയിലുമുണ്ട്. അവരുടെ നില ഗുരുതരമില്ലെന്ന് മനസ്സിലാക്കുന്നു. വിപിൻ C. വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, കുട്ടികളിൽ മറ്റു 2 പേരുടെ ചികിത്സയിലുള്ള 2 പേരുടെയും നില ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു. ഏത് സാഹചര്യത്തിലാണ്, എവിടെ വെച്ചാണ്, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചതെന്നത് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ടോ? ഇന്ന് സന്ധ്യയോടെ വെള്ളക്കെട്ട, അതായത് വഴിക്കടവിലെ വെള്ളക്കെട്ട അംഗനവാടിക്ക് സമീപം വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയോട് ചേർന്നിട്ടുള്ള തോട്ടത്തിനാണ് ഈ പന്നിക്കണിയായിട്ട് വൈദ്യുതി കടത്തിവിട്ട കമ്പിവേലി വെച്ചിരുന്നത്. അതിൽ തട്ടിയാണ് ഈ കുട്ടികൾക്ക് ഷോക്കേറ്റിരിക്കുന്നത്. അതിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ജിത്തു ആണ് മരിച്ചത്. മറ്റ് 2 കുട്ടികളുടെ പേര്, ഒരാൾ അനന്തു 15 വയസ്സ്, ഒപ്പം തന്നെ യദു കൃഷ്ണൻ 23 വയസ്സ്, ഡിഗ്രിക്ക് പഠിക്കുന്നു. ഇങ്ങനെ 3 പേർക്കാണ് ഇതിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് മറ്റ് അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലിപ്പോൾ അനന്തു നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്, ഒബ്സർവേഷനിൽ എന്നുള്ളതാണ് ഡോക്ടർമാർ തന്നെ അറിയിക്കുന്നത്. യദു കൃഷ്ണ ഉള്ളത് പാലാട് ആശുപത്രിയിലാണ്. യദു കൃഷ്ണന്റെ അപകടനില തരണം ചെയ്തിരിക്കുന്നു. ഇതാണ് നിലവിൽ ഈ കുട്ടികളുടെ ഒരു ആരോഗ്യസ്ഥിതി. ഒപ്പം തന്നെ ഈ ഒരു വൈദ്യുതി കമ്പിയിലേക്ക് എങ്ങനെയാണ് ഇതിൽ KSCBയുടെ വൈദ്യുതി ഉപയോഗിച്ച എന്നതിനെ സംബന്ധിച്ചാണ് ഇനി കൂടുതലായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നത്. തീർച്ചയായും. ഏതായാലും ഇപ്പോൾ 3 കുട്ടികൾക്കാണ് ഒരുമിച്ചാണ് അവിടേക്ക് പോയത്. അവർ കളിച്ച ശേഷം അവിടെ കുളിക്കാനായി ആ തോട്ടിലേക്ക് ഇറങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ വൈദ്യുതി കിണി
പന്നിയെ കുടുക്കാൻ വെച്ച കെണിയാണ്. ആ പന്നിയെ കുടുക്കാൻ വെച്ച കെണിയിലേക്ക് വലിയ അളവിൽ വൈദ്യുതി പ്രവഹിച്ചിരുന്നു എന്നതാണ് ഇപ്പോൾ ആരോപണമായി വരുന്നത്. അതിന് KSEBയുടെ കൂടി അനുവാദം ഉണ്ടായിരുന്നു, മൗനാനുവാദം ഉണ്ടായിരുന്നു എന്ന ചോദ്യങ്ങളൊക്കെയാണ് ആര്യാടൻ ഷൗക്കത്ത് ഉന്നയിച്ചത്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും അനന്തു എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. വിളിപ്പേരാണ് ജിത്തു എന്നത്. അനന്തു എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. മറ്റ് 2 കുട്ടികളുടെയും നില ഇപ്പോൾ അത് ഗുരുതരമല്ല, അല്ലെങ്കിൽ അപകട നില തരണം ചെയ്തു എന്നതാണ് ലഭിക്കുന്ന വിവരം. വഴിക്കടവ് വെള്ളിക്കട്ടയിലാണ് ഈ അപകടമുണ്ടായത്. വൈകുന്നേരം സന്ധ്യയോടുകൂടിയാണ് ഈ കുട്ടികൾക്ക് ഷോക്കേൽക്കുന്നത്.